നമ്മൾ ഈ അടുത്ത് പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിയതാണ് ഈ കാണുന്ന സ്റ്റിക്ക് ടൈപ്പ് സിങ്കിങ് പെല്ലറ്റ്. സാധാരണ നമ്മൾ വാങ്ങാറുള്ളത് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലോട്ടിംഗ് പെല്ലറ്റുകളാണ്. പല സൈസിലുള്ളത് നമ്മൾ വാങ്ങാറുണ്ട് പല സൈസിലുള്ള മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട്. എന്നാൽ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ടൈപ്പാണ് സാധാരണ നോക്കാറുള്ളത്. അതായത് കുറച്ചും കൂടി വണ്ണം കൂടിയ സ്റ്റിക്ക് അവൈലബിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന പെറ്റ് ഷോപ്പുകളിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കുറേ നാൾ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഞാനത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കുറച്ച് ക്ലൗഡി ആക്കിയിരുന്നു. വെള്ളം പെട്ടെന്ന് മോശമാക്കിയിരുന്നു. കാരണം ഇതിനകത്ത് ബീഫ് ലിവർ അതിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് വെള്ളം മോശമാവാറുണ്ടായിരുന്നു. അത് അതായത് സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പം വരാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ എയറേറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്റർ, ഫൗണ്ടൻ പോലെയൊക്കെ അക്വേറിയങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കലങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഇത് നമ്മൾ അക്വേറിയത്തിലിട്ട സമയത്ത് വെള്ളം പെട്ടെന്ന് കലങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ നാൾ മുമ്പ് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തത് അതുകൊണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കയ്യിൽ കൂലി ലോച്ച് മത്സ്യങ്ങളുണ്ട്. അത് വെള്ളത്തിനടിയിൽ നടക്കുന്ന മീനുകളാണ്. അവർക്കൊക്കെ സ്യൂട്ടബിളായിട്ട് ഉള്ള പെല്ലറ്റുകളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന പെല്ലറ്റുകൾ. പിന്നെ നമ്മുടെ ക്രേഫിഷുകൾക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഫീഡ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പെട്ടെന്ന് മോശമാക്കും എന്നുള്ളത്. കാരണം ഈ ക്രേഫിഷുകളുടെയൊക്കെ വെള്ളം പെട്ടെന്ന് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിലത്തെ ഓക്സിജൻ വല്ലാണ്ട് താഴെ പോവും. അപ്പോൾ അത് അവർക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ നാൾ മുമ്പ് അക്വേറിയത്തിലാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. മീനുകൾ നല്ല രീതിയിൽ കഴിക്കും. അത്യാവശ്യം നല്ല ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഇതിനകത്തുള്ളത്. വെള്ളം കലങ്ങും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അന്ന് ഞാൻ അക്വേറിയത്തിൽ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വാങ്ങാതിരുന്നത്. ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ നല്ല ഫീഡ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കൂലി ലോച്ച് മത്സ്യങ്ങൾ കിടക്കുന്ന ഔട്ട്ഡോറാണ്. അത് ആൽഗി അടിച്ച് കിടക്കുന്ന ടാങ്കാണ്. അത്തരം ടാങ്കുകളിലൊന്നും വലിയ ഇഷ്യൂ വരാൻ സാധ്യതയില്ല. പിന്നെ ആൽഗിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലൗഡിനെസ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രേഫിഷുകളുടെ ആ ഒരു ട്രെയിൽ ഞാൻ എയറേഷൻ അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല. എയറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കലങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ ഇളകി മറിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബീഫ് ലിവറിൻ്റെ കണ്ടൻറ്റാണ് സാധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വെള്ളം പെട്ടെന്ന് കലങ്ങാനായിട്ടുള്ള കാരണം. വെള്ളത്തിൻ്റെ കളർ ഏകദേശം ഈ കാണുന്ന കളറിലേക്ക് മാറുക, ഒരു ബ്രൗൺ കളറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. മീനുകളൊക്കെ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, വെള്ളം പെട്ടെന്ന് ക്ലൗഡി ആവുന്നുള്ളത്. പിന്നെ ഇത് കണ്ടില്ല, ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്രേഫിഷുകൾക്കും മറ്റ് വെള്ളത്തിനടിയിൽ നടക്കുന്ന മീനുകൾക്കും സാധാരണ നമ്മുടെ ഫ്ലോട്ടിംഗ് പെല്ലറ്റുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ഫ്ലോട്ടിംഗ് പെല്ലറ്റ് കുറച്ച് നേരം വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പൊക്കോളും. ക്രേഫിഷുകൾക്ക് നമ്മൾ അങ്ങനെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഇട്ടാൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പൊക്കോളും. അപ്പോൾ ഇതാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. മാർവൽ ബ്രീഡർ പെല്ലറ്റ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ബീഫ് ലിവറാണ് മെയിൻ കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് ബീഫ് ലിവറാണ്. അത് പൊടിയാണ്. പിന്നെ ചെമ്മീനുണ്ട്, പിന്നെ സോയാബീൻ, അതുപോലെ വീറ്റ് ജേം, പിന്നെ നമ്മുടെ മുട്ട കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിൻ്റെ വെയിറ്റ് കാണിച്ചിരിക്കുന്നത് 250 ഗ്രാമാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് എനിക്ക് 75 രൂപയാണ്. 75 രൂപയ്ക്ക് നമ്മുടെ സാധാരണ നമ്മുടെ ഗ്രോവലിൻ്റെ പെല്ലറ്റ് ഏകദേശം 1 കിലോൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും. തീരെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഏകദേശം ആ ഒരു 70-80 രൂപയുടെ ആ ഒരു റേഞ്ചിൽ നമുക്ക് 1 കിലോൻ്റെ പാക്കറ്റ് കിട്ടും. അപ്പോൾ ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ് ഈ ഒരു ചെറിയ 250 ഗ്രാം പാക്കറ്റിന് ഈ ഒരു ബ്രാൻഡിന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അത്യാവശ്യം ഇളകി മറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ഇത് കലങ്ങാനുള്ള സാധ്യതയുള്ളത്. ഇങ്ങനെ സ്റ്റില്ലായിട്ട് കിടക്കുന്ന വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. എന്തായാലും നമ്മളിതൊന്ന് ഫീഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ട്. ഇത് വെള്ളം മോശമാക്കുക തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരിക്കലും ഇത് വാങ്ങില്ല. നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തന്നെയാണ് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അല്ല, ഇത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് മാറി ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ക്രേഫിഷുകൾ ഉദ്ദേശിച്ചാണ് ഇത് വാങ്ങിയത്. കാരണം ക്രേഫിഷുകൾക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് പെല്ലറ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ചില ട്രേകളിലൊക്കെ നമുക്ക് കുറച്ചധികം പെല്ലറ്റ് പ്രസ് ചെയ്ത് ഇടേണ്ടതായിട്ട് വരാറുണ്ട്. അത് കുറച്ച് എന്താ പറയുക, എക്സ്ട്രാ ടൈം നമ്മുടെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് പോവാം. അപ്പോൾ അത് വിചാരിച്ചാണ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ക്രേഫിഷുകളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വല്ലാതെ കലങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലമാണ്. കാരണം ക്രേഫിഷുകൾ പെട്ടെന്ന് ചത്തുപോകും. അതിലത്തെ ഓക്സിജൻ ലെവൽ പെട്ടെന്ന് താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ എന്തായാലും കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ അളവിൽ ഫീഡ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കറ്റോട് കൂടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന പോലെ തന്നെ സാധാരണ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് തന്നെ ഫീഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബ്രാൻഡ് വാങ്ങി ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വെള്ളം കലങ്ങുന്ന ആ ഒരു ഇഷ്യൂ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമ്മളൊന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിത് മീനുകൾക്ക് ഫീഡ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് വേറെ വീഡിയോയിൽ നമ്മൾ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.